യുഗാന്ത്യത്തിലും അന്ത്യവിധിയിലും വിശ്വസിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. കളകളുടെ ഉപമയുടെ വിശദീകരണം. കർത്താവ് മറുപടി പറഞ്ഞു ശിഷ്യന്മാരോട്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്, കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. യുഗാന്തം എന്ന വലിയ സത്യത്തെ ആണ് സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനെ നമുക്ക് 3 പാദങ്ങളായി മനസ്സിലാക്കാം. 1 കടന്നുവരവ്, 2 കാത്തിരിപ്പ്, 3 ദൈവരാജ്യ അനുഭവം. യേശുനാഥൻ്റെ കടന്നുവരവും യേശുനാഥന് വേണ്ടിയുള്ള കാത്തിരിപ്പും യേശുനാഥനിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗരാജ്യ അനുഭവവുമാണ് യുഗാന്തത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ സത്യം. നമ്മെ നല്ല വിത്തുകളാക്കുവാൻ വേണ്ടി കർത്താവായ യേശുനാഥൻ, ദൈവത്തിൻ്റെ പുത്രൻ, ഈ ഭൂമിയിലേക്ക് വന്നു. ഏറ്റവും സമ്പൂർണമായ വിത്തായിരുന്നു കർത്താവായ യേശുനാഥൻ. ആ വിത്തിൽ നിന്നും ഉണ്ടായ ആ സുന്ദര വൃക്ഷത്തിൻ്റെ ചില്ലകളായി മാറുവാൻ നമ്മെ അവിടുന്ന് പ്രത്യേകമായി ഒരുക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ നാം പിതാവായ യേശുനാഥനിലൂടെ കർത്താവിൽ പുതുതായി ജനിക്കുവാൻ വിതയ്ക്കപ്പെട്ടവരാണ്. എന്നാൽ നാം ക്രിസ്തുവിൽ കാത്തിരിക്കുകയും ക്രിസ്തു എന്നിൽ രൂപപ്പെടുകയും ചെയ്യുവാനുള്ള ക്രിസ്താനുഭവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിലകൊള്ളാതെ പോകുന്നതാണ് നമ്മുടെ ഫലദായകത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ടാണല്ലോ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനും ആണ്. ആ ക്രിസ്തുവിൽ നാം നിലകൊണ്ടാൽ, ആ ക്രിസ്തുവിലൂടെ നാം കടന്നുപോയാൽ നാം സ്വർഗരാജ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരായി മാറും. വചനം പറയുന്നത്, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും എന്നാണ്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിന് വേണ്ടി നിങ്ങളെ ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കുവാൻ വേണ്ടി പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രകാശം. സുവിശേഷം ആരംഭിക്കുന്നത് അവൻ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാരോടൊപ്പം ഇരുന്നു എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ജനക്കൂട്ടം എന്നത് യേശുവിൽ വിശ്വസിക്കാത്ത ഇസ്രയേൽ ജനതതി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരെ പറഞ്ഞയച്ചതിന് ശേഷം, വിശ്വാസമില്ലാത്തവരെ പറഞ്ഞയച്ചതിന് ശേഷം മാത്രമേ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളും വെളിപാടുകളും പങ്ക് വയ്ക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മിലുള്ള അവിശ്വാസത്തിൻ്റെ തലങ്ങളെ നാം മാറ്റിവെക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിൻ്റെ തലം നമ്മിൽ രൂപപ്പെടുകയുള്ളൂ. ഒരർത്ഥത്തിൽ അതാണ് നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്ന, നല്ല വിത്ത് മുളയ്ക്കപ്പെടുന്ന, നല്ല വിത്തിലൂടെ ഫലദായകത്വത്തിലേക്ക് വളർന്ന് വരുന്ന ഏറ്റവും വലിയ സത്യവും. സുവിശേഷകനായ മത്തായി മാത്രം പ്രയോഗിക്കുന്ന സുന്തലേയ എന്ന ഗ്രീക്ക് വാക്കിന് പൂർത്തീകരണം എന്നാണ് അർത്ഥം. ഒരു യുഗത്തിൻ്റെ അഥവാ അയോൺ എന്ന ഗ്രീക്ക് പദമാണ് യുഗം എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഒരു യുഗത്തിൻ്റെ പൂർത്തീകരണത്തിന് വ്യത്യസ്ത അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ട്. യഹൂദ ദൈവശാസ്ത്രം ഭൗതിക അടിമത്തത്തിൻ്റെ ഈ യുഗത്തെയും വരാനിരിക്കുന്ന മിശിഹായുടെ ഭരണത്തിന് കീഴിലുള്ള യുഗത്തെയും 2ആയി കാണുന്നു. ക്രിസ്തീയ ദൈവശാസ്ത്രം പാപത്തിൻ്റെയും തിന്മയുടെയും സ്വാധീനമുള്ള ഈ യുഗത്തെയും ഉത്ഥിത അവസ്ഥയിലുള്ള നിത്യജീവൻ്റെ വരാനിരിക്കുന്ന യുഗത്തെയും തമ്മിൽ വേർതിരിച്ച് കാണുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം പഴയ ഉടമ്പടി പ്രകാരമുള്ള ആരാധന അവസാനിച്ചതിൻ്റെ സൂചനയാണ് ക്രൈസ്തവർ അതിൽ കണ്ടത്. മാത്രമല്ല ആകാശവും ഭൂമിയും കടന്നു പോകുമെന്ന് മത്തായി സുവിശേഷകൻ വ്യക്തമാക്കുന്നു. യേശുനാഥൻ പറയും, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന കാലം അടുത്തു വന്നു കഴിഞ്ഞുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് ചേർന്നിരിക്കാം. ദൈവരാജ്യമെന്നാൽ ക്രിസ്തു രാജ്യ അനുഭവമാണ്, അഥവാ ക്രിസ്തു അനുഭവമാണ്. യേശുവിനോട് ചേർന്ന് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.